ഗുഡ് മോർണിംഗ്. അപ്പോൾ അതെ ഇന്ന് നമ്മുടെ ലീ ചേച്ചിയും അനിലേട്ടനും അഞ്ജലിയൊക്കെ വന്ന ദിവസമാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇവിടുന്ന് എന്തൊരു വ്യൂ ആണ്, സൂപ്പർ അല്ലേടി. കിളികളുടെ കളകളാരവും വീട് ഉറക്കപ്പിച്ചിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയത് 2:30 കേട്ടോ. കുഴപ്പമില്ലടി, അമ്മയല്ലേ വിളിച്ചേ. അപ്പൊ വേണമെങ്കിൽ കിടന്ന് ഉറങ്ങി ഉച്ചയാലും കുറച്ച് കഴിയുമ്പോൾ ഉറക്കപ്പിച്ചായിരിക്കും. ഞങ്ങളുടെ മിടുവിന്റെ ചേട്ടന്റെ മോളുടെ അപ്പൊ അതിന് ഇനി റെഡി ആവണം, പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഇന്ന് ചേച്ചിയും ചേട്ടൻ അഞ്ചലേക്ക് വരും. ബാബു സാമി എത്ര ദിവസം അത് ഇവിടെ ആണെങ്കിൽ ഇവിടെ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഫൈനൽ അടിക്കൽ വാരൻ ഒക്കെ ചെയ്യണം. സമയം ഫാനൊക്കെ തുടക്കായിരുന്നു, പുറത്ത് നമ്മൾ ഫാൻ വെച്ചായിരുന്നത്. അപ്പൊ എന്തായാലും ഇവിടുത്തെ ക്ലീനിങ് പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കും അവരെത്തും, ചേച്ചി എത്തും, എല്ലാവരും ഉണ്ടാവും. ഇന്ന് മുതൽ കുറച്ച് ദിവസം സ്റ്റീവൻ ഗ്രേസ് ഒക്കെ നല്ല ഓർക്കാട്ട്. സ്റ്റീവൻ അത്രയ്ക്ക് മഞ്ജലി ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അത്ര ഓർമ്മയൊന്നും ഇല്ല. കണ്ടാൽ മനസ്സിലാവും. ലിജി ആന്റി എന്ന് പറയുമ്പോ കൊച്ചിന്റെ മനസ്സിൽ സിജി ആന്റി ഒക്കെയാണ്. അപ്പൊ സ്റ്റീവൻ അത്ര എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല, പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല. ഗ്രേസ് എക്സൈറ്റഡ് ആണ്. പിന്നെ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇന്ന് മനസ്സമ്മതാണ്. അപ്പൊ നെയിൽ ഒട്ടിച്ചത് പൊളിക്കും. അത് തന്നെ എന്റെ സെലക്ഷൻ ആണ്. കാനിക്ക് കൊടുക്ക്, നീർത്തി പിടിക്ക്. അതിന്റെ ഉള്ളിൽ നീലുണ്ട്, ഒന്നുമില്ല ഇപ്പൊ കൈമ അല്ലേ, അത് പൊട്ടിക്കും. തിളങ്ങണ്ട. അതിങ്ങനെ കാണിക്കില്ല, ഇങ്ങനെ ചൊളിച്ച് പിടിച്ച് കാണിച്ച ഭംഗിയില്ല. ഞാൻ ഒട്ടിച്ച് കാണിക്കാം. അല്ല അപ്പൊ നീല് ഒട്ടിക്കണം, 2 കൈ പൊട്ടിക്കണം. സാരി ഉണ്ടെന്ന് കൊടുക്കണേ. അപ്പൊ അതിന് ഈ കളറാണ്. മുമ്പൊക്കെ ഞാൻ ഇന്നെ പോയി പല്ലേ എന്തിനു വായനാറ്റം സത്യമായിട്ടും പോ. അപ്പൊ രാവിലെ ഈ പാലൊന്നും എടുത്തിട്ടില്ല കേട്ടോ, പാലൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഈ പാലും കുപ്പിയ സൈഡിലിരിക്കണം. ഞാൻ ഇവിടത്തെ കഴിയാണ്ട് ഇവിടുന്ന് ഇറങ്ങില്ല. ഇവിടുത്തെ എനിക്ക് ചെടി വെക്കാനും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ഈ കിടക്കണം മാങ്ങ ഇപ്പൊ മുറ്റത്തൊന്നും ഇല്ലല്ലോ, 2 ഇലയല്ലേ ഉള്ളൂ, അത് മാത്രം അടിച്ചു വാങ്ങാൻ. വേണം അവരെ കൊണ്ടുവരാൻ വേണ്ടി പോകും. കുറച്ച് ദിവസം ഞങ്ങളുടെ വീഡിയോക്ക് ഒരു ബ്രേക്ക് സംഭവിച്ചിരുന്നു. നമ്മുടെ ഇച്ചിരി തിരക്കുകളിലൊക്കെ പെട്ടുപോയോണ്ടാണ്. അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ മുമ്പത്തെ പല വീഡിയോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം വീഡിയോ ഉണ്ടാവില്ല. വേണ്ട, ഒന്നും പറയണ്ട, നീ അനാവശ്യം പറയണ്ട. അതായത് നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കയറി നോക്കണം. അതെ, അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ തകർക്കും, പൊരിക്കും എന്നൊക്കെയാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ എനിക്ക് എന്തോ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറഞ്ഞോളൂ. അതെ, ചേച്ചി വരുമ്പോഴേ കളർഫുള്ളാക്കാം. അതെ, അല്ലെങ്കിൽ ചേച്ചി വന്നിട്ട് ചേച്ചി ചെടി തപ്പി കിടക്കും. എവിടെ വെക്കണേ? ഫ്രണ്ടില്, ബാൽക്കണി. കുഴപ്പമില്ല, ചേച്ചി കളറുകൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഇറക്കാൻ. അയ്യോ, പിടിച്ചോ, ഇത് പിടിച്ചോ. ചാരില് ചേച്ചി ഇഷ്ടാവും. ചേച്ചി കളറുകൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് റെഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുഞ്ഞിനെ കൊണ്ടിട്ടെ ഞാൻ നെയിലൊട്ടിച്ചു. നെയിൽ. അപ്പൊ ഞങ്ങള് നമ്മുടെ ഇവിടെ കലാത്തിയ വെച്ചുട്ടാ. എന്നിട്ട് കലാത്തിയ ലൂട്ടിയാ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റും ഇൻഡോർ പ്ലാന്റും ആണെന്ന് തോന്നല്ലേ. ലൈറ്റ് മതി എന്നാ പറഞ്ഞേ. അപ്പൊ ഇൻഡോർ ഇവിടെ നല്ല വെളിച്ചം വരുന്നുണ്ട്. പക്ഷെ ആളെ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന പറഞ്ഞല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. വളരുന്ന ഏതൊരു പ്രശ്നം ഉണ്ടെന്ന് അറിയണല്ലോ.
പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ലൈറ്റ് അടിക്കുന്നുണ്ട് കാരണം ഇവിടുത്തെ നല്ല ലൈറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ചേട്ടാ ഇവിടുത്തെ ചെട്ടിയില്ലേ, ഇവിടെ വെച്ചത് ഒരു കളർഫുൾ അല്ല, നമ്മുടെ കളർഫുൾ കുറച്ച് ഇവിടെ വെക്കായിരുന്നു. ഇവിടെ വെക്കായിരുന്നു ഒരെണ്ണം, ഒന്നുണ്ട് മാറ്റി മറിച്ച്. അത് ഫുൾ വൈറ്റ് ആകുമ്പോ രസല്ലേ. ചേച്ചിക്ക് വൈറ്റ് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ വെച്ചത്. ഇത്ര നമുക്ക് ചേച്ചിക്ക് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. അവിടെ ഇനി ഉണ്ടാ എടുത്തിട്ടോ. എനിക്ക് ഞാൻ കുറച്ച് പണികളുണ്ട് ഇനി. ഞാൻ ഇത്ര നേരം പണിയിലായിരുന്നു കേട്ടോ. പിന്നെടാ ഞാൻ ഉറങ്ങിയത് വെളുപ്പിനാ. പക്ഷെ നല്ലൊരു സന്തോഷമുണ്ട്, കാരണം എനിക്ക് ഇവിടെ കുറച്ച് ചിലർ താഴ്ത്ത് എൻ്റെതായ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും ഉറങ്ങിയാലേ എനിക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അവിടെ മതി. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്തിട്ട് 2:30 ആവാറായിട്ടാ. അപ്പൊ സ്റ്റീവ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് കരഞ്ഞു. അപ്പൊ ഇവിടെ വെക്കാം കൊള്ളാം. പക്ഷെ അത് ഇവിടെ വെക്കാൻ പറയുന്ന പ്ലാന്റ് ആണോ? അല്ല ലൈറ്റ് ഒന്നും വേണ്ട ചേച്ചി, ഒരു വെള്ളം വെക്കാൻ വേണ്ടി. ഓക്കെ ഞാൻ വിചാരിച്ചതൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നു. അപ്പൊ ചേട്ടൻ ചെയ്, ഞാൻ പോട്ടേട്ടാ. ഓക്കെ സെറ്റ്. നമ്മള് കാട്ടീന്ന് വന്നിട്ട് താഴത്ത് കാടാണല്ലോ. വെട്ടം വരുമ്പോഴാണ് അതിനൊരു കുറച്ച് വെള്ളം അതിന് ഒഴിക്കുന്ന. എന്ത് രസാണ്. ഈ തുണി ഇതൊക്കെ നടക്കണ്ടേ? കഴിഞ്ഞ അവിടുത്തെ പരിപാടികള്. അപ്പൊ ചേട്ടൻ നോക്കൂ. പാലൊന്നും എടുത്തിട്ട് വരാം ഏട്ടാ പ്ലീസ്. സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നില്ലേ, ഇതൊന്നും അടിമേലല്ല, ഇതൊക്കെ ഒരു കോമൺ സെൻസ് ആണ്. ഫസ്റ്റ് എനിക്ക് ആൾക്ക് ഉത്തരവാദിത്തമാണ് പാലെടുക്കാന്നുള്ളത്. അത് തുടച്ചു കഴിഞ്ഞതല്ലേ? അത് മൂളിക്കേറ്റണേ. അപ്പൊ സെലീനാമ്മക്ക് മോള് എന്നയുടെ സന്തോഷം ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നുണ്ട്, മുഖത്ത് പ്രകടിപ്പിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് മോള് എന്നെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം? മോള് വന്നാ ഒന്ന് കാണാ, സന്തോഷായിരിക്ക, പോണത് വരെ ഒരാളും കൂടി ഹെൽപ്പിന് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനം. ചേച്ചി വലിയൊരു സന്തോഷം തന്നെ. എന്റെ മക്കളെ ഒരു കൊല്ലം കണ്ടിട്ട് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കണേ. നമ്മള് UP പോയ കാരണം പിന്നെ എന്താ പറയണേ, ഇതെന്നെ പറയാനുള്ള വന്ന് പോണത് വരെ ഒന്ന് കാണാൻ കേൾക്കാം. ഒരു കണക്കിന് ആലോചിക്കുമ്പോ വന്ന് കണ്ടു ഉടനെ ഇവര് പോകുമ്പോ അതിലും വലിയ വിഷമവും സങ്കടമാണ്. അപ്പൊ സന്തോഷ അസുര പൊഴിച്ച് ഒരു സന്തോഷ പാട്ട് പാടും. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടുവിൻ. ശക്തി സങ്കേതമായി ഉന്നതനീശനെ പാടി പുകഴ്ത്തിയിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീറ്റിടുവിൻ. ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ പാർത്തുവിൻ. ഇവിടെ 100 എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ആർക്കാണ്? 100 അല്ല 500 രൂപയുണ്ട്. എനിക്കാണോ? ആര്? എരുമക്കാരൻ. അമ്മയുടെ ഓർമ്മയിൽ ഒരു എരുമക്കാരൻ ഇവിടെ എവിടെയോ വരാനുണ്ട്. അപ്പൊ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ എടുത്ത് വെച്ചാണ് പൈസ ഉണ്ടത്. എവിടെയല്ല, എക്സോസ്റ്റ് ഫാൻ്റെ ഉള്ളിലല്ലേ?
അമ്മയ്ക്ക് ഞാൻ അന്ന് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയില് പറഞ്ഞിരുന്നില്ലേ മറ്റേ എന്നിട്ട് പറയാ പേര് ഇലൂഷ്യനോ അങ്ങനെ മീൻസ് ഒന്നോടെ ഇല്ലെങ്കിലും ചിലപ്പോൾ അവിടെ ഉണ്ടെന്നുള്ളത് തോന്നും. അപ്പൊ അമ്മ അവിടെ പോയി ഒരു എരുമക്കാരൻ എരുമേനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ എരുമേനെ മേടിക്കാനായിട്ട് അമ്മ പൈസ എടുത്ത് നിൽക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും ഉണ്ടാവും നമ്മുടെ പാളയംപറമ്പ് ഇടശ്ശേരി ഹോട്ടലിലെ. നമ്മൾ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, ഇന്നിപ്പോൾ നേരം കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഞങ്ങൾ മനസ്സമ്മതത്തിന് പോകേണ്ടതാണ്, അപ്പോൾ സമയം ഒട്ടുമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് പുറത്തുനിന്ന് ആക്കാം. നല്ല സൂപ്പർ ഗ്രീൻ പീസ് കറിയും പൊറോട്ടയും. ഇല്ലില്ല, അമ്മയ്ക്ക് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പതേ ഞാൻ ഫുഡ് കഴിക്കാണ്. അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പിന്നെന്തിട്ടാ അപ്പൊ മനസ്സമ്മതത്തിന് പോകാൻ റെഡി ആവാൻ കേട്ടോ. ബാക്കി വിഷയക്കാരെ കാണാം. സീന് മാത്രം കഴിഞ്ഞിട്ടില്ലേ. ബൈ ബൈ. ചെറിയ വീഡിയോ ആണ്. ബാക്കി വിഷയം അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ പറ. ബൈ ബൈ. തുണിയില്ലാത്ത കാരണം വേറെ ആൾക്കാരൊന്നും കാണിക്കില്ല.